അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 3 ഉത്തരം വീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിയായതിന് നേരെ മാത്രമാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഹലീമ ബീവി, ആമിന ബീവി, സുവൈബത്തുൽ അസ്ലമിയ. നബിയുടെ പോറ്റുമ്മ എന്നറിയപ്പെടുന്നത് ഹലീമ ബീവിയാണ്. അപ്പോൾ അവിടെ ഹലീമ ബീവി എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം. ഹലീമ ബീവിയുടെ മകൻ ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ്, ലംറത്ത്. ഏതാണ് ശരി? ലംറത്ത് എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തേത് ജുറുഹും ഗോത്രത്തിലാണ്. ജുറുഹും ഗോത്രത്തിലാണ്. അബൂ സുഫിയാൻ, അദ്നാൻ, അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അദ്നാൻ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തേത് ഖുറൈഷ് ഗോത്രത്തിലാണ്. അബ്ദുൽ മുത്തലിബ്, യൂസുഫ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. അപ്പോൾ അബ്ദുൽ മുത്തലിബാണ് ഖുറൈഷ് ഗോത്രത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം. ബനു സുഹ്റ ഗോത്രക്കാരൻ വഹബ്, ഹാഷിം, അബൂബക്കർ. ഏതാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏതാണ് ശരി? വഹബ് എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത് ഹാജറ ബീവിയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. ഹാജറ ബീവിയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. അദ്നാൻ, ഇസ്മായിൽ. അപ്പോൾ അവിടെ ഹാജറ ബീവിയുടെ മകൻ, ഒന്നാമത്തെ ഓപ്ഷൻ യൂനുസ് അലൈഹിസ്സലാം, രണ്ടാമത്തത് അദ്നാൻ, മൂന്നാമത്തത് ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പോൾ ആരാണ് ഹാജറ ബീവിയുടെ മകന്? ഇസ്മായിൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഏഴാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് AD 581, AD 571, AD 317. ഏതാണ് ശരി? AD 571 എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം. നമുക്ക് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. നമുക്ക് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. ഒന്നാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഏതാണ്? ഹാഷിം. രണ്ടാമത്തെ ചോദ്യം. ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമ അതാരാണ്? എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതിൻ്റെ ആൻസർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം എവിടെയാണ്? മക്കയിലാണ്. നാലാമത്തത് പുണ്യജലം മാഉ സംസം. അപ്പോൾ മാഉ സംസമാണ് പുണ്യജലം. അഞ്ചാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം. ഏത് ദിവസമാണ് നബി ജനിച്ചത്? തിങ്കളാഴ്ച അല്ലേ? അപ്പോൾ അവിടെ തിങ്കളാഴ്ച എന്നെഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. അപ്പോൾ അവിടെ ജുർഹും എന്നുള്ളതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. രണ്ടാമത്തത് അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് ഡേഷ്. അപ്പോൾ അവിടെ എന്താണ്? രോഗം ബാധിച്ചു. അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. ഇനി മൂന്നാമത്തത് ഒരു ബൈത്തിൻ്റെ ഭാഗമാണ്. ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ അലീബു ഫിഹ്റും മാലിക്കുൻ. ബാക്കി എന്താണ് വരിക? നളുറുൻ ഉഖൈ എന്നാണ്. അപ്പോൾ അവിടെ നളുറുൻ ഉഖൈ എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തതാണ് സമാവ ചെരുവിൽ സമുദ്ര തുല്യമായ ഡേഷ്. എന്താണ്? ജലപ്രവാഹമുണ്ടായി. അപ്പോൾ അവിടെ ജലപ്രവാഹമുണ്ടായി എന്നാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 5 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്.
അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? അധിക എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ബക്ക, ഉമ്മുൽ ഖുറ. ബക്കയും ഉമ്മുൽ ഖുറയുമാണ് മക്ക നഗരത്തിൻ്റെ മറ്റ് 2 പേരുകൾ. രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞു പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? എന്തൊക്കെയാണ് ചെയ്തത്? പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടത് എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് 7 മാസം മുമ്പ്. അപ്പം നബിയുടെ പിതാവ് മരണപ്പെട്ടത് നബി ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പാണ്. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. നാലാമത്തത്, മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് എത്ര? മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് എത്രയാണ്? 20. അപ്പോൾ 20 വയസ്സായിരുന്നു മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ്. അഞ്ചാമത്തെ ചോദ്യമാണ് ഉത്തരം എഴുതുക എന്നുള്ളതിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. അപ്പം അതൊന്ന് നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഒന്നുകൂടെ നോക്കാം. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു, അല്ലേ? ലക്ഷ്യം എന്തായിരുന്നു ലക്ഷ്യം? അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാർ സന്ദർശിക്കൽ. അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരെ അടക്കമുള്ള കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു ആമിന ബീവിയുടെ ലക്ഷ്യം, ആ യാത്രയുടെ ലക്ഷ്യം. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തത്. അവിടെ ഒരു ബൈത്താണ്. അപ്പോൾ ആ ബൈത്ത് ക്രമം തെറ്റിച്ചിട്ടാണ് നൽകിയത്. അത് എന്താക്കണം? ക്രമത്തിലാക്കി എഴുതണം. നോക്കാം. അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫിൻ, അബൂഹു, മുൻതസിബ്, അതുപോലെ അബ്ദുല്ലാ വഹാഷിമുൻ. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദുഹു മനാഫിൻ മുൻതസിബ്. ഈ ഒരു രൂപത്തിലാണ് ക്രമത്തിലാക്കി എഴുതുമ്പോൾ വരിക. അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. നല്ലൊരു വിജയം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.